Hi guys, welcome back to Car Garage. Car Garage ഇന്ന് വന്നിരിക്കുന്നത് മാരുതിയുടെ ഒരു 3 വണ്ടി കൺവേർട്ട് ചെയ്യണതിൻ്റെ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു ഈ 3 വണ്ടീനെ പറ്റിയിട്ട്. ഒന്ന് എർട്ടിക, ഒന്ന് റിറ്റ്സ്, പിന്നെ ഒന്ന് വാഗണർ. ഈ 3 വണ്ടികൾക്ക് ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു. ചേട്ടാ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുമോ, അത് കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സ്പെൻസ് എത്ര വരും, പാർട്സിന് എത്ര റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഈ 3 വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തിട്ടുണ്ട്, അതിൻ്റെ എമൗണ്ട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. നമുക്ക് ആദ്യം എർട്ടികനെ തുടങ്ങാം. അതായത് 2011-12 മോഡൽ എർട്ടികനെ 2016 മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. എല്ലാവർക്കും അറിയാം, എർട്ടിക പഴയ മോഡൽ എന്ന് പറയുമ്പോൾ ഒരു ഒതുങ്ങിയ ഡിസൈനാണ്. ഫ്രണ്ടേജ് നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഫോട്ടോയിൽ കാണാം. അപ്പോൾ ഈ ഒരു ഡിസൈനിലുള്ള എർട്ടികനെ പുതിയ മോഡലിലേക്ക് ആക്കി മാറ്റാനായിട്ട് പറ്റും. പുതിയ മോഡൽ എന്ന് പറയുമ്പോൾ ടൈപ്പ് 2 മോഡലിലേക്കായിട്ട് മാറ്റാനായിട്ട് പറ്റും. ഫുൾ ഓപ്ഷൻ രീതിയിലാണ് നമ്മൾ കൺവേർട്ട് ചെയ്യണത്. അതിൻ്റെ ഗ്രില്ലും ബമ്പറും സാധനങ്ങളെല്ലാം ഫുൾ ഓപ്ഷൻ്റെ, അതായത് ക്രോം ടൈപ്പ് ഗ്രില്ലായിരിക്കും. ബാക്കിൽ ഡിക്കി വരുന്നതും ക്രോം ടൈപ്പ് ആയിരിക്കും. ഇപ്പോൾ വി ഓപ്ഷനിലുള്ള രീതിയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇതിൽ റീപ്ലേസ്മെൻറ്റ് പാർട്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ബമ്പർ, ഫ്രണ്ട് ഗ്രില്ല്, ഫോഗ് ലാമ്പ്, അതുപോലെ തന്നെ ഫോഗ് ലാമ്പിൻ്റെ ഡെമ്മി വരും, ബമ്പറിൻ്റെ ഹോൾഡർ, അണ്ടർ ഗ്രില്ല്, ബമ്പർ ഡെമ്മി, അതായത് നമ്മൾ ടോയിൻ ചെയ്യുന്ന ആ സ്ഥലത്തെ പീസ്, ബാക്കിലെ ഡിക്കിയുടെ ക്രോം, ബാക്കിലെ ബമ്പർ എർട്ടികയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടില്ല. ഞാനത് ഈ എസ്റ്റിമേറ്റിൽ നമ്മൾ കൂട്ടിയിട്ടില്ല. വേണമെന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യാം, അത് വരുമ്പോൾ അഡീഷണലായിരിക്കും. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് ഞാൻ എഴുതിയിട്ടില്ല, ഫോഗ് ലാമ്പ് അഡീഷണലായിരിക്കും. അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളും ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടേക്കാം എത്രയാണ് വരുന്നത് എന്നുള്ള കാര്യം. ഇതിപ്പോൾ ടോട്ടൽ നമ്മൾക്ക് എർട്ടിക കൺവേർട്ട് ചെയ്യാനായിട്ട് പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്ത സാധനങ്ങൾ മാത്രം പെയിൻറ്റിങ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കാർഗിൽ ഇപ്പോൾ വരുന്ന റേറ്റ് 19,000 രൂപ ടോട്ടൽ എമൗണ്ട് വരും. 19,000 രൂപയാണ് ടോട്ടൽ എമൗണ്ട് വരുന്നത്. അതിൽ ഫ്രണ്ട് മാത്രമായിരിക്കും കൺവേർട്ട് ചെയ്യുക, വി ഓപ്ഷനിലേക്കായിരിക്കും കൺവേർട്ട് ചെയ്യുക. ഫ്രണ്ടിലെ ഗ്രില്ല് ക്രോം ടൈപ്പ് ആയിരിക്കും, ബാക്കിൽ ടിക്കുമ്പോൾ ക്രോം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് 19,000 90,000 ആണ് ടോട്ടൽ എമൗണ്ട് വരുന്നത് എർട്ടികയ്ക്ക്. അടുത്തത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് റിറ്റ്സ് നിങ്ങൾക്കറിയാം, പഴയ മോഡൽ റിറ്റ്സിനെ ടൈപ്പ് 2 മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഈ ഒരു മോഡൽ റിറ്റ്സിനെ ടൈപ്പ് 2 മോഡലിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അറിയണവർക്കറിയാം, ഒരുപാട് ആൾക്കാർ എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റിംഗ് കാര്യങ്ങളൊക്കെ എടുത്തു. അതിൽ റീപ്ലേസ്മെൻറ്റ് പാർട്സ് എന്ന് പറയുന്നത് ഫ്രണ്ടിലെ ബോണറ്റ്, ഫ്രണ്ടിലെ ബമ്പർ, ഗ്രില്ല്, ഫോഗ് ലാമ്പ്, ലോക്ക് സെറ്റ്, പിന്നെ അതിൻ്റെ ഹെഡ്ലൈറ്റ് വേണമെന്ന് വെച്ചാൽ റീപ്ലേസ്മെൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ റേറ്റും കൂടി എടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്യാണ്ടും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഹെഡ്ലൈറ്റിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട് ടൈപ്പ് 2 മോഡലിൽ. അപ്പോൾ ഹെഡ്ലൈറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യണതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ ഹെഡ്ലൈറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാണ്ടും പറ്റും, ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതുമായിരിക്കും. ഓക്കെ, അപ്പോൾ റിറ്റ്സ് കൺവേർട്ട് ചെയ്യാൻ ടോട്ടൽ വരുന്നത് റീപ്ലേസ് ചെയ്ത പാർട്സുകൾ പെയിൻറ്റിങ് ചെയ്തിട്ട് ഫുൾ ഫിറ്റിംഗ് അടക്കം ചെയ്യാനായിട്ട് ഫുൾ ഓപ്ഷൻ്റെ ഗ്രില്ലുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. 19,000 രൂപ ടോട്ടൽ, അതായത് 90,000 തന്നെ ടോട്ടൽ എമൗണ്ട് വരും. കാരണം ഇതിൽ ബോണറ്റ് സാധനങ്ങളെല്ലാം റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രില്ല്, ഹെഡ്ലൈറ്റ് അടക്കം റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു എമൗണ്ടിൽ നോക്കുമ്പോൾ 19,000 രൂപ റിറ്റ്സ് കൺവേർട്ട് ചെയ്യാനായിട്ട് എമൗണ്ട് വരും. 2011 വാഗണർ കാസീരീസ് എഞ്ചിൻ ഇറങ്ങിയത്. 2010 തോന്നുന്നുണ്ട് കാസീരീസ് എഞ്ചിൻ ഇറങ്ങിയത്. പിന്നെ 2013 തുടങ്ങിയ കാസീരീസ് എഞ്ചിൻ്റെ, അതായത് കാസീരീസ് വാഗണറിൻ്റെ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. 2010 മോഡൽ അല്ലെങ്കിൽ 11 മോഡൽ കാസീരീസ് വാഗണറിനെ 2012-16 വരെയുള്ള മോഡലിലേക്ക് 16-17 ഇപ്പോഴെല്ലാം മറ്റേ മോഡൽ വന്നത്, ആ ടൈപ്പ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 14,000 രൂപ ടോട്ടൽ എമൗണ്ട് വരും. ഇതിൽ റീപ്ലേസ്മെൻറ്റ് പാർട്സ്, ഫ്രണ്ട് ബമ്പർ, ഗ്രില്ല്, ഫോഗ് ലാമ്പ്, അതുപോലെ തന്നെ ബാക്കിൽ ഡിക്കിയും വരുന്ന വാഗണർ എന്ന് പറഞ്ഞ ക്രോം, ഇതൊക്കെയായിരിക്കും ഇതിൽ വരുന്ന പാർട്സുകൾ. വാഗണറിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഫോഗ് ലാമ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ 12,000 രൂപയ്ക്ക് നമ്മൾക്ക് വാഗണർ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഈ പാർട്സിൻ്റെ ഡീറ്റെയിൽസ്, നമ്മൾ ഇപ്പോൾ ഈ വാഗണറിനായാലും എർട്ടികയ്ക്കായാലും അതേപോലെ തന്നെ റിറ്റ്സിനായാലും പാർട്സ് എല്ലാം MGP ഒറിജിനൽ പാർട്സ് ആയിരിക്കും. എല്ലാ പാർട്സുകളും MGP മാരുതിയുടെ ഒറിജിനൽ ജെന്യൂൻ പാർട്സുകളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇട്ടിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. കമ്പനി എങ്ങനെയാണ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തത്.
ചെയ്തതാണ്. ഒരുപാട് എൻക്വയറി ഒരുപാട് ആൾക്കാർ വാട്സാപ്പിൽ മെസ്സേജും ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഫോർമേഷൻ എന്ന രീതിയിലും ഇപ്പോൾ നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം ഈ 3 വാഹനം കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തെന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.